Hello everyone. Now let us discuss section 2.5 of real analysis. In this section we will discuss countable additivity, continuity and Borel-Canlini lemma. Before that, let us define the Lebesgue measure. We already defined the outer measure of a set. Now Lebesgue measure is defined as the restriction of set function over measure set function outer measure to the class of measurable sets. അപ്പോൾ മെഷറബിൾ സെറ്റ്സിൻ്റെ കേസിൽ നമ്മുടെ എം സ്റ്റാർ അല്ലേ ഔട്ടർ മെഷർ എന്ന് പറയുന്നത് എന്താണോ അതാണ് ലെബേഗ് മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സെറ്റ് ഓഫ് ഇലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഇത്രയുള്ളത് മെഷറബിൾ, ഇത് മെഷറബിൾ സെറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മാപ്പിംഗ് ആണെങ്കിൽ ഇതാണ് നമ്മൾ എം സ്റ്റാർ എന്ന് ഡിനോട്ട് ചെയ്യാറ്, എം സ്റ്റാർ ഓഫ് ഇ. അപ്പോൾ അത് മെഷറബിൾ സെറ്റ്സ് എന്നാണെങ്കിൽ, അതായത് മെഷറബിൾ സെറ്റ്സിലേക്കുള്ള ഔട്ടർ മെഷറിൻ്റെ റെസ്ട്രിക്ഷനാണ് ലെബേഗ് മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ലെബേഗ് മെഷർ എന്ന് പറയുമ്പോൾ തന്നെ അത് ഡിഫൈൻ ചെയ്യുന്നത് മെഷറബിൾ സെറ്റ്സിലാണ്. ഓക്കെ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ എം ആണ്. ലെബേഗ് മെഷർ ഡിനോട്ട് ചെയ്യാൻ സ്മോൾ എം ആണ്. ഔട്ടർ മെഷർ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ എം സ്റ്റാർ എന്നുള്ള നൊട്ടേഷൻ യൂസ് ചെയ്യും. ഇനി എം സ്റ്റാറിൻ്റെ റെസ്ട്രിക്ഷനാണ് ലെബേഗ് മെഷർ എന്നുള്ളത് കൊണ്ട് തന്നെ എം സ്റ്റാറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഓട്ടോമാറ്റിക്കായിട്ട് അതായത് ലെബേഗ് മെഷർ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, കുറച്ച് എക്സ്ട്രാ കണ്ടീഷൻസ് കൂടി ലെബേഗ് മെഷർ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദെൻ ഫസ്റ്റ് പ്രപ്പോസിഷൻ, ലെബേഗ് മെഷർ ഈസ് കൗണ്ടബിളി അഡിറ്റീവ്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഔട്ടർ മെഷർ ഈസ് കൗണ്ടബിളി സബ് അഡിറ്റീവ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? സബ് അഡിറ്റീവ്, അതായത് എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എം ഓഫ് ഇ കെ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം വേറൊരു കാര്യം കൂടി അറിയാം, ഫൈനൈറ്റ് കളക്ഷൻ ആണെങ്കിൽ ഡിസ്ജോയിൻറ്റ് മെഷറബിൾ സെറ്റ്സിൻ്റെ കേസിൽ എം സ്റ്റാർ ഓഫ് യൂണിയൻ 1 to n ഇ കെ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n എം സ്റ്റാർ ഓഫ് ഇ കെ എന്ന് പഠിച്ചിട്ടുണ്ട്. ആ രണ്ട് റിസൾട്ട്സ് നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, so the statement gives Lebesgue measure is countably additive. Important result ആണ്. That is, if collection ek k equal to 1 to infinity is a countable disjoint collection of measurable sets, then its union is also measurable, and measure of that union k equal to 1 to infinity ek is equal to sigma k equal to 1 to infinity m of ek. Here m is Lebesgue measure, എം സ്റ്റാർ എന്ന് പറയുന്ന ഔട്ടർ മെഷർ. ഓക്കെ, ഇവിടെ ലെബേഗ് മെഷർ ഈസ് കൗണ്ടബിളി അഡിറ്റീവ്. ഇനി ആദ്യത്തെ കേസ് പ്രൂവ് ചെയ്യാനുണ്ടോ? ഇല്ല അല്ലേ? മെഷറബിൾ സെറ്റ്സിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് കൗണ്ടബിൾ യൂണിയൻ, ഫൈനൈറ്റ് യൂണിയൻ എന്നൊക്കെ പറയുന്നത് മെഷറബിൾ ആണ്. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. ഓക്കെ, മാർക്ക് അനുസരിച്ച് പ്രൂഫ് കൊടുക്കുക കേട്ടോ. സോ അത് മെഷറബിൾ ആണ്. നമ്മൾ ഓൾറെഡി പ്രപ്പോസിഷൻ 7 അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നൗ നേരത്തെ നമ്മൾ പറഞ്ഞു ഔട്ടർ മെഷർ കൗണ്ടബിളി സബ് അഡിറ്റീവ് ആണ്. അതിൻ്റെ പ്രപ്പോസിഷനാണ് പ്രപ്പോസിഷൻ 3 എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൗണ്ടബിളി സബ് അഡിറ്റീവ്. ഇപ്പോൾ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? ഔട്ടർ മെഷറിൻ്റെ റെസ്ട്രിക്ഷനാണ് ലെബേഗ് മെഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ടർ മെഷറിൻ്റെ എല്ലാ കണ്ടീഷൻസും എല്ലാ പ്രോപ്പർട്ടീസും ലെബേഗ് മെഷറും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെബേഗ് മെഷർ എന്താവും? കൗണ്ടബിളി സബ് അഡിറ്റീവ് ആവും. പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? കൗണ്ടബിളി അഡിറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സബ് അഡിറ്റീവ് ആയതുകൊണ്ട് ഔട്ടർ മെഷർ സബ് അഡിറ്റീവും ഔട്ടർ മെഷറിൻ്റെ റെസ്ട്രിക്ഷൻ ലെബേഗ് മെഷറും ആയതുകൊണ്ട്, അത് സബ് അഡിറ്റീവ് ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് എം ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എം ഓഫ് ഇ കെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈക്വൽ ടു എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ മെഷർ ഈക്വൽ, രണ്ട് നമ്പർ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എന്തുകൂടി പ്രൂവ് ചെയ്താൽ മതി? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കൂടി പ്രൂവ് ചെയ്താൽ മതി. കറക്റ്റ്. സോ എം ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഓൾറെഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമ്മളതിൻ്റെ തിരിച്ചുള്ള ഇനീക്വാലിറ്റിയും കൂടി പ്രൂവ് ചെയ്യാൻ പോവാണ്. നൗ നമ്മൾ തൊട്ട് മുമ്പ് വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, എം സ്റ്റാർ അല്ലേ ഔട്ടർ മെഷറിൻ്റെ കേസിൽ ഡിസ്ജോയിൻറ്റ് ഫൈനൈറ്റ് കളക്ഷൻ ആണെങ്കിൽ എം സ്റ്റാർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity ഇ കെ ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to എം സ്റ്റാർ ഓഫ് ഇ കെ. ഇവിടെ ഫൈനൈറ്റ് ആണ് കേട്ടോ. അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് പ്രപ്പോസിഷൻ 6.
അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, മെഷറബിൾ സെറ്റ്സിൻ്റെ കേസിൽ എം സ്റ്റാർ എന്ന് പറയുന്നതും മീൻസ് ഔട്ടർ മെഷർ എന്ന് പറയുന്നതും ലബേക് മെഷർ എന്ന് പറയുന്നതും സെയിം ആയതുകൊണ്ട് എനിക്ക് ഈ എം സ്റ്റാർ എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻ 6 എം സ്റ്റാർ എന്ന് പറയുന്നത് മാറ്റി എനിക്ക് എം ആക്കാം. എന്തുകൊണ്ടാണ്? ഇ കെ മെഷറബിൾ ആണ്, അതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഇ കെ എന്ന് പറയുന്നതും എം ഓഫ് ഇ കെയും സെയിം ആണ്. യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ എന്ന് പറയുന്നത് മെഷറബിൾ സെറ്റ്സിൻ്റെ ഫൈനൈറ്റ് യൂണിയൻ ആണ്. സോ ഇറ്റ്സ് അഗെയിൻ മെഷറബിൾ സെറ്റ്. So m star of that measurable set is nothing but m of union k equal to 1 to n e k. അപ്പോൾ ഇത് ഓൾറെഡി ശരിക്കും പ്രൊപ്പോസിഷൻ 6 നമ്മൾ പറഞ്ഞിട്ടുള്ളത് എം സ്റ്റാർ ഔട്ടർ മെഷറിൻ്റെ കേസാണ്. മെഷറബിൾ കേസിൻ്റെ റെസ്ട്രിക്ഷൻ ആണ് ലബേക് മെഷർ എന്നുള്ളത് കൊണ്ട് നമുക്ക് എം സ്റ്റാർ മാറ്റി എം ആക്കാം, ചേഞ്ച് വരില്ല. ഓക്കെ, നൗ സിൻസ് യൂണിയൻ k equal to 1 to infinity e k contains union k equal to 1 to n e k by the monotonicity of outer measure and the preceding inequality. ഇതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നത്. ഇതിലെന്താ, ഇൻഫൈനൈറ്റ് യൂണിയൻ ആണ്, ഇതിൽ ഫൈനൈറ്റ് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് വരും, യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് യൂണിയൻ 1 to infinity ഇ കെ എന്ന് വരും. ഓക്കെ, മോണോട്ടോണിസിറ്റി ഔട്ടർ മെഷർ എന്ന് പറയുന്നത് എന്താ, എ സബ്സെറ്റ് ഓഫ് ബി ഇംപ്ലൈസ് എം സ്റ്റാർ ഓഫ് എ സബ്സെറ്റ് ഓഫ് എം സ്റ്റാർ ഓഫ് ബി ആണ്. ഇവിടെ എല്ലാം എന്താ, മെഷറബിൾ സെറ്റ്സ് ആണ്. അപ്പോൾ എം ഓഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓഫ് ബി എന്ന് എഴുതാം. സോ വി ഹിയർ എം ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മെഷർ ഓഫ് യൂണിയൻ 1 to infinity ഇ കെ എന്ന് എഴുതാം. തൊട്ട് മുമ്പുള്ള റിസൾട്ട് നമ്മൾ എന്താ പറഞ്ഞത്, എം ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ എന്താണെന്നാണ് പറഞ്ഞത്, കെ ഈക്വൽ ടു 1 to n എം ഓഫ് ഇ കെ ആണ് അല്ലേ. സോ ഇത് റീപ്ലേസ് ചെയ്തിട്ട് എന്തെഴുതാം, ഈ ടേം റീപ്ലേസ് ചെയ്തിട്ട് സിഗ്മ കെ ഈക്വൽ ടു 1 to n എം ഓഫ് ഇ കെ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എം ഓഫ് ദാറ്റ് ഈസ് ലബേക് മെഷർ ഓഫ് കെ ഈക്വൽ ടു 1 to infinity k equal to 1 to infinity union k equal to 1 to infinity e k is greater than or equal to sigma k equal to 1 to n measure of e k for each n. Okay, now the left hand side ഏതാ, ഈ സൈഡ് അല്ലേ, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് n. അതായത് n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞതിൻ്റെ റിസൾട്ട് ട്രൂ ആണ് ഫോർ ഈച്ച് n ആണ്. n ഈക്വൽ ടു 2 ട്രൂ ആണ്, n ഈക്വൽ ടു 100, 1 million crore എന്താണെങ്കിലും ഇറ്റ് ഈസ് ട്രൂ. സോ ദിസ് ഈസ് ട്രൂ ഫോർ എവറി n. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ k equal to 1 to infinity m of e k is less than or equal to m of union k equal to 1 to infinity e k എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇപ്പം നോക്കി ഇവിടെ രണ്ട് ഇനീക്വാളിറ്റി വന്നു. തൊട്ട് മുമ്പ് നമുക്ക് കിട്ടിയ ഇനീക്വാളിറ്റി എന്തായിരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാളിറ്റി ആയിരുന്നു. ഞാൻ ചെറുതാക്കാം. 9 നോക്കി, എം ഓഫ് യൂണിയൻ k equal to 1 to infinity e k is less than or equal to sigma k equal to 1 to infinity measure of Lebesgue measure of e k. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള വന്നിട്ടുണ്ട്, ഇനീക്വാളിറ്റി വന്നിട്ടുണ്ട്. സോ this means measure of union k equal to 1 to infinity e k is equal to sigma k equal to 1 to infinity m of e k, that is Lebesgue measure of e k, which means Lebesgue measure is countably additive. Now according to proposition 1, അപ്പോൾ അതിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രൊപ്പോസിഷൻ 1 വി ഓൾറെഡി പ്രൂവ്ഡ് ദാറ്റ് ഔട്ടർ മെഷർ ഓഫ് എൻ ഇൻ്റർവെൽ ഈസ് ലെങ്ത്. അപ്പോൾ ഇവിടെ സെയിം നമുക്ക് ലബേക് മെഷർ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും അല്ലേ. കാരണം എന്തുകൊണ്ടാണ്, ഇൻ്റർവെൽ എന്ന് പറയുന്നത് എനി ഇൻ്റർവെൽ, ഓപ്പൺ, ക്ലോസ്ഡ്, അല്ലെങ്കിൽ ഓപ്പൺ അറ്റ് വൺ എൻഡ് ആൻഡ് ക്ലോസ്ഡ് അറ്റ് അനദർ എൻഡ്, അത് ഏത് ഇൻ്റർവെൽ ആണെങ്കിലും ഇറ്റ് ഈസ് എ മെഷറബിൾ അല്ലേ. അപ്പോൾ ഔട്ടർ മെഷർ ഓഫ് ഇൻ്റർവെൽ എന്ന് പറയുന്നതും ലബേക് മെഷർ ഓഫ് ഇൻ്റർവെൽ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും, കാരണം ഇൻ്റർവെല്ലിൽ മെഷറബിൾ ആയതുകൊണ്ട്. ഔട്ടർ മെഷർ ഓഫ് ഇൻ്റർവെൽ ലെങ്ത് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലബേക് മെഷർ ഓഫ് ഇൻ്റർവെൽ എന്തായിരിക്കും, ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ആൻഡ് ഔട്ടർ മെഷർ ഈസ് translation invariant, that is measure of a plus y അല്ലേ is equal to m of a plus y. നിങ്ങൾ ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. again മെഷറബിൾ സെറ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ലബേക് മെഷറും ട്രാൻസ്ലേഷൻ ഇൻവേരിയൻ്റ് ആണ്. അതാണ് നെക്സ്റ്റ് തിയറം പറയുന്നത്. അതിൻ്റെ പ്രൂഫായിട്ട് തന്നിട്ടില്ല, പക്ഷേ ഇതൊരു എസ്സേ പോലെ നമുക്ക് എല്ലാ പ്രൂഫും ഇതിനകത്ത് കൊടുക്കേണ്ടി വരും. സ്റ്റേറ്റ്മെൻറ്റ്, the set function Lebesgue measure defined on the sigma algebra of Lebesgue measurable sets അല്ലേ. Lebesgue measure ഡിഫൈൻ ചെയ്യുന്നത് തന്നെ മെഷറബിൾ സെറ്റ്സിലാണ്. assign length to any interval എന്ന് പറയുമ്പോൾ എന്താ പ്രൂവ് ചെയ്യണ്ടേ, ഔട്ടർ മെഷർ
ഓഫ് എനി ഇൻ്റർവൽ ഈസ് ഇറ്റ്സ് ലെങ്ത്. ആൻഡ് ഔട്ട് ഡെഫിനിഷൻ കൊടുക്കുക. ഇതിൻ്റെ ലെബേക്ക് മെഷറിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. ലെബേക്ക് മെഷർ ഈസ് ദ റെസ്ട്രിക്ഷൻ ഓഫ് ഔട്ടർ മെഷർ ടു ദി മെഷറബിൾ സെറ്റ്സ്. ഹെൻസ് എം ഓഫ് ഇൻ്റർവൽ ഈസ് ഇറ്റ്സ് ലെങ്ത്. ലെബേക്ക് മെഷർ ഓഫ് ഇൻ്റർവൽ ഈസ് ലെങ്ത്. അപ്പോൾ ആ തിയറത്തിൻ്റെ പ്രൂഫ് കൊടുത്തിട്ട് നമ്മൾ ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അതേപോലെ തന്നെയാണ് നെക്സ്റ്റും ട്രാൻസ്ലേഷൻ ഇൻവേരിയൻറ്റ്. ട്രാൻസ്ലേഷൻ ഇൻവേരിയൻറ്റും സെയിം പ്രൂഫ് കൊടുക്കുക. നമുക്കിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഔട്ടർ മെഷറിൻ്റെ, അല്ലെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലെബേക്ക് മെഷറിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. എന്നിട്ട് ഔട്ടർ മെഷറിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസും ലെബേക്ക് മെഷറിലും സാറ്റിസ്ഫൈ ചെയ്യും എന്ന് പറഞ്ഞ് ഈ രണ്ട് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫായി. കൗണ്ടബിളി അഡിറ്റീവോ? കൗണ്ടബിളി അഡിറ്റീവ് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്ത തിയറം. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരു എസ്സേ ആയിട്ട് 5 വെയിറ്റേജിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ എ കൗണ്ടബിൾ കളക്ഷൻ ഓഫ് സെറ്റ്സ് EK equal to 1 to infinity is said to be ascending provided for each EK subset of EK plus 1 and is said to be descending provided for each EK plus 1 subset of EK. ഇങ്ങനെ നമ്മൾ സാധാരണ അസെൻഡിങ് നമ്പേഴ്സ് എഴുതാം. അപ്പം ഒരു 2 7 1 0 എന്നൊക്കെ ഉണ്ടെങ്കിൽ എക്സെൻഡിങ് എങ്ങനെ എഴുതാം? ഏറ്റവും ചെറുതാദ്യം എഴുതും അല്ലേ? 1 0 1 2 7 അല്ലേ? അസെൻഡിങ് അതുപോലെ E1 ഈസ് എ സബ്സെറ്റ് ഓഫ് E2, ഈക്വൽ ആവാൻ വേണമെങ്കിൽ സബ്സെറ്റ് ഓഫ് E2, സബ്സെറ്റ് ഓഫ് E3, സബ്സെറ്റ് ഓഫ് E4, സബ്സെറ്റ് ഓഫ് എക്സിട്ര. ഇൻഫൈനൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ EN plus 1 EN plus 2 എക്സിട്ര. അങ്ങനെയാണെങ്കിൽ ഇത് അസെൻഡിങ് ഓർഡറിലാണ്. ഓക്കെ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സെറ്റ് E1 ആയിരിക്കും. അതായത് E1 ആണ് ഏറ്റവും സൂപ്പർ സെറ്റ്. E1ൻ്റെ സബ്സെറ്റ് ആയിരിക്കും E2 എന്ന് പറയുന്നത്. ഇത് അസെൻഡിങ് കേട്ടോ ആദ്യത്തത്. ഡിസെൻഡിങ് ആണെങ്കിൽ E1 ഈസ് എ സൂപ്പർ സെറ്റ്, E2 E3 എക്സിട്ര. നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ? എങ്ങനെയാണ് വരിക? അസെൻഡിങ് ആണെങ്കിൽ E1 ആദ്യത്തെ, അതിൻ്റെ സൂപ്പർ സെറ്റായിട്ട് E2 വരും, അതിൻ്റെ സൂപ്പർ സെറ്റായിട്ട് E3 വരും, അതിൻ്റെ സൂപ്പർ സെറ്റായിട്ട് E4 വരും, എക്സിട്ര. ഈക്വലും വേണമെങ്കിൽ ആവാം. ഓക്കെ. ഡിസെൻഡിങ് ആണെങ്കിലോ ഏറ്റവും വലിയ സെറ്റ് തന്നെ E1 ആയിരിക്കും. ഓക്കെ. അതിൻ്റെ സബ്സെറ്റ് E2, ഇത് മനസ്സിലുണ്ടാവണേ, അതിൻ്റെ സബ്സെറ്റ് E3 എക്സിട്ര. ഓക്കെ. ദെൻ നെക്സ്റ്റ് തിയറം which is the continuity of measure. Lebesgue measure possesses the following continuity properties. If AK equal to 1 to infinity is an ascending collection of measurable set. അപ്പോൾ നമുക്ക് മനസ്സിൽ ഓർക്കേണ്ടത് എന്താ? A1ൻ്റെ സൂപ്പർ സെറ്റാണ്. ഇത് A1 ആണെങ്കിൽ അതിൻ്റെ സൂപ്പർ സെറ്റാണ് A2 എന്ന് പറയുന്നത്, അതിൻ്റെ സൂപ്പർ സെറ്റാണ് A3 എന്ന് പറയുന്നത്. ഇതാണ് മനസ്സിലുണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ A4 എന്ന് പറയുന്നത് അതിൻ്റെ സൂപ്പർ സെറ്റ് എക്സിട്ര. അതിൻ്റെ യൂണിയൻ, മെഷർ ഓഫ് യൂണിയൻ K equal to 1 to infinity 1 to K എന്ന് പറയുന്നത് എന്താ വരിക? A1 യൂണിയൻ A2 യൂണിയൻ A3 യൂണിയൻ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് അല്ലേ? AN യൂണിയൻ എക്സിട്ര, വിച്ച് ഇസ് ഈക്വൽ ടു K equal to ലിമിറ്റ് K ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് AK. ശരിയാണല്ലോ? ആലോചിക്കുമ്പോൾ ശരിയാണല്ലേ? അതായത് ഇൻഫിനിറ്റി ആയിരിക്കും ഇതിൻ്റെ എല്ലാ യൂണിയൻ എന്ന് പറയുന്നത്. ഇത് മെഷർ ഓഫ് A ഇൻഫിനിറ്റി എന്ന് പറയുന്ന പോലെ വരും അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു K equal to ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് EK അല്ലേ? അതേപോലെ BK എന്ന് പറയുന്നത് ഡിസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് ആണ്. M ഓഫ് B1 ഫൈനൈറ്റ് ആണ്. ഈ കണ്ടീഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെഷർ ഓഫ് B1 ഫൈനൈറ്റ് ആണ്. അപ്പോൾ അത് ഫൈനൈറ്റ് ലെബേക്ക് മെഷറുള്ള സെറ്റാണ് B1 എന്ന് പറയുന്നത്. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താ വരിക? B2 എവിടെ വരിക? B1ൻ്റെ സബ്സെറ്റായിട്ട്. B3 എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റായിട്ട് വരും. ഓക്കെ. ഇനി ഒന്ന് നോക്കിയേ, M ഓഫ് ഇൻ്റർസെക്ഷൻ K equal to 1 to infinity BK. അപ്പോൾ എന്താ വരിക? B1ൻ്റെ സബ്സെറ്റ്, B2 B3. അപ്പോൾ ഇൻ്റർസെക്ഷൻ അഗെയിൻ ഇവിടെ ഒരു B ഇൻഫിനിറ്റി പോലെ വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് K ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് BK. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത്. ഓക്കെ. ഫസ്റ്റ് 1 പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, if there is an index K0 for which a measure of a K0 equal to infinity. ഓക്കെ. രണ്ടാമത്തെ കേസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഏറ്റവും വലിയ സൂപ്പർ സെറ്റ് തന്നെ അതിൻ്റെ തന്നെ മെഷർ ലെബേക്ക് മെഷർ ഫൈനൈറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്.
ആദ്യത്തേതിൻ്റെ കേസിൽ കുറേ അസെൻഡിങ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 0 1 ഇതാണ് A1 എന്ന് വിചാരിക്കുക. ഇതിൻ്റെ സൂപ്പർ സെറ്റായി A2 വേണ്ടേ അല്ലേ? 02 എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ, 03 എന്ന് കൊടുക്കാൻ വേണമെങ്കിൽ, അത് കഴിഞ്ഞൊരു A5 ആയപ്പോൾ എൻ്റെ 0 ഇൻഫിനിറ്റി എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കും. A6 ഒക്കെ അപ്പോൾ 0 ഇൻഫിനിറ്റി ആവാനേ സാധ്യതയുള്ളൂ അല്ലേ? ഇതിൻ്റെ ഒക്കെ സൂപ്പർ സെറ്റ് ആവണം. 0 ഇൻഫിനിറ്റി ആവണമെന്നൊന്നുമില്ല. 1 ഇൻഫിനിറ്റി ആവാൻ വേണമെങ്കിൽ A6, A7 എന്ന് പറയുന്നത് 2 ഇൻഫിനിറ്റി ആവാം, എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഫൈനൈറ്റ് മെഷർ ആണോ എല്ലാത്തിൻ്റേതും, അതോ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഇൻഫൈനൈറ്റ് മെഷർ ആണോ എന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ 2 കേസായിട്ട് പ്രൂവ് ചെയ്യണം. ആദ്യത്തെ കേസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു AK, അത് A100 A50 ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ലബേക്ക് മെഷർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്കൊരു കറക്റ്റ് നമ്പർ കൊടുക്കാൻ പറ്റില്ല പ്രൂഫിന് അല്ലേ? അതുകൊണ്ട് K0, അതാണ് ആദ്യത്തെ കേസ് കേട്ടോ. ഫസ്റ്റ് വൺ പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇഫ് there is an index K0 for which measure of Lebesgue measure of a K0 is equal to infinity. നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? അസെൻഡിങ് ആണ്. അപ്പോൾ a K0ൻ്റെ ഇൻഫിനിറ്റി ആണെങ്കിൽ a K0 എന്ന് പറയുന്നത് a K0 + 1 തൊട്ട് ബാക്കി എല്ലാത്തിൻ്റെയും സബ്സെറ്റ്സ് ആണ്. ഇതിൻ്റെ തന്നെ മെഷർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ മോണോട്ടോണിസിറ്റി അനുസരിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും ഇൻഫൈനൈറ്റ് ആവും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻഫൈനൈറ്റ് മെഷർ ആയതുകൊണ്ട് മെഷർ ഓഫ് യൂണിയൻ K = 1 to infinity AK ഇൻഫിനിറ്റിയാണ്. ആൻഡ് K0 തൊട്ടിട്ടുള്ള ബാക്കി എല്ലാ മെഷർ ഓഫ് AKയുടെയും മെഷറും ഇൻഫിനിറ്റിയാണ്. സോ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഈക്വൽ ആണ്. സോ ദ റിസൾട്ട് ഈസ് ട്രൂ ഇഫ് ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 K0 such that measure of a K0 is infinity. അപ്പോൾ ആദ്യത്തെ കേസ് കഴിഞ്ഞു. രണ്ടാമത്തെ എന്താ പറയേണ്ടത്? എല്ലാ AKയുടെയും ലബേക്ക് മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നല്ലേ? അതാണ് നെക്സ്റ്റ് കേസ് പറയാൻ പോകുന്നത്. ഇറ്റ് റിമൈൻസ് ടു കൺസിഡർ ദ കേസ് ദാറ്റ് measure of AK less than infinity for all K. We are going to define A0 is equal to empty set. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. തൊട്ട് മുമ്പത്തെ റിസൾട്ട് നമ്മൾ പറഞ്ഞത് ലബേക്ക് മെഷർ ഈസ് കൗണ്ടബിളി അഡിറ്റീവ്. പക്ഷെ അവിടെ എന്ത് വേണം? ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് വേണം അല്ലേ? നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ A0 is equal to 5 ട്ടോ. അപ്പോൾ ആദ്യത്തത് എംപ്റ്റി സെറ്റ് അത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഡിഫൈൻ CK is equal to AK ഡിഫറൻസ് AK - 1. അപ്പോൾ C1 എന്താ വരിക? C1 എന്ന് പറയുന്നത് A1 മൈനസ് A0 എന്ന് വരും. A0 ഓൾറെഡി എംപ്റ്റി സെറ്റ് ആയതുകൊണ്ട് C1 = A1 എന്ന് വന്നു. ഓക്കെ, ഇനി C2 എന്താ വരിക? A2 മൈനസ് A1 എന്ന് വരും. ഒന്നുകൂടി നമ്മുടെ ഫിഗർ വരയ്ക്കാം. അസെൻഡിങ് ഓർഡർ ആയിരുന്നു. അപ്പോൾ ഏറ്റവും ചെറുത് A1 ആണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഇത് A2 ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ A3 ഉണ്ട്. മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു A4 വരെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. A4 ആണേ. ഓക്കെ, C1 എന്ന് പറയുന്നത് എൻ്റെ A1 ആണ്. ഈ വയലറ്റ് കളറിലുള്ള C1 എന്ന് പറയുന്നത് A1 ആണ്. അത് ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. C2 എന്ന് പറയുന്നത് A2 മൈനസ് A1. അപ്പോൾ ഏത് ഭാഗമാണ് വരിക? A2 നിന്ന് A1 മൈനസ് ചെയ്യണം അല്ലേ? അതായത് ഈ വയലറ്റിൻ്റെയും ഈ പിങ്കിൻ്റെയും മിഡിലുള്ള ഈ പോർഷനാണ് കേട്ടോ. ഓക്കെ, ആ പോർഷനാണ് എൻ്റെ C2 എന്ന് പറയുന്നത്. ഓക്കെ, പിങ്ക് കളറുള്ള അത് ഇവിടെ എഴുതുന്നുണ്ട് C2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി C3 എന്ന് പറയുന്നത്, C3 എന്തായിരുന്നു? A3 മൈനസ് A2 ആണ്. അപ്പോൾ A3 ബ്ലൂ കളറിൽ നിന്ന് പിങ്ക്, അതായത് ഞാനിത് ഇപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്ന ഈ റീജിയനാണ് എൻ്റെ C3 എന്ന് പറയുന്നത്. ഇനി C4 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ഞാനിപ്പോൾ ഈ ഓറഞ്ച് കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന ഈ റീജിയൻ ആയിരിക്കും. എല്ലാം ഡിസ്ജോയിൻറ്റ് കളക്ഷനാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു ഡിസ്ജോയിൻറ്റ് കളക്ഷനാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിസ്ജോയിൻറ്റ്. ദെൻ യൂണിയൻ A1 A2 A3 എക്സെട്ര എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ വരുന്നത്? ഫിഗറിന് എനിക്ക് ക്ലിയർ ആണ്. ഇറ്റ് ഈസ് യൂണിയൻ സെയിം ആസ് യൂണിയൻ K = 1 to infinity CK. ആ രണ്ട് കാര്യങ്ങൾ ഇതേ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CK ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് തന്നെ ഡിസ്ജോയിൻറ്റ് കളക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ബൈ കൺസ്ട്രക്ഷൻ, സിൻസ് ദിസ് ഈസ് ascending, collection AK K = 1 to infinity is ascending, collection CK is disjoint, and union K = 1 to infinity AK is equal to union K = 1 to infinity CK.
Now by the countable additivity of M and countable additivity of Lebesgue measure യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റ്സ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, by the countable additivity of M of union k equal to 1 to infinity ak, this is nothing but M of union k equal to 1 to infinity ck, and union k equal to 1 to infinity ck is nothing but measure of union k equal to 1 to infinity ck നെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത് ak minus ak minus 1, ശരിയല്ലേ? ആൻഡ് ദിസ് ഓരോ ak minus 1ഉം ഡിസ്ജോയിൻ്റ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഇതിന് ഇവിടുന്ന് തന്നെ എഴുതാം, ഇവിടുന്ന് തന്നെ ഇത് ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് സി കെ എന്ന് എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ 1 to infinity, ഇനി ഈ ലൈൻ കേട്ടോ ഈക്വേഷൻ, k ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് സി കെ ഈസ് നത്തിങ് ബട്ട് ak ഡിഫറൻസ് ak minus 1. Since ak equal to k equal to 1 to infinity is ascending, we infer from the excision property of the measure that എന്തായിരുന്നു excision property? A measure of a minus b is equal to measurable set ആവണമല്ലേ? ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആണെങ്കിൽ m സ്റ്റാർ ഓഫ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മെഷറബിൾ സെറ്റിലായതുകൊണ്ട് ലബേക്ക് മെഷർ എന്ന് പറയുന്നതും സെയിം ആണെന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് m തന്നെ എഴുതാം, സ്റ്റാർ എന്ന് എഴുതണമെന്നില്ല. ദിസ് ഈസ് ഡിഫറൻസ് കേട്ടോ, മൈനസ് ഇങ്ങനെ എഴുതാം, മൈനസ് എം ഓഫ് ബി അല്ലേ? ഇത് മൈനസ് ആണ് കേട്ടോ, വാല്യൂ ആയതുകൊണ്ട് ഇവിടെ സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഡിഫറൻസ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എം ഓഫ് എ മൈനസ് എം ഓഫ് ബി. അപ്പോൾ ഇവിടെ എന്താവും? സിഗ്മ കെ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് എ കെ ഡിഫറൻസ് എ കെ മൈനസ് 1 ഇസ് ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് എ കെ മൈനസ് കേട്ടോ. ഇത് സെറ്റ് ആയതുകൊണ്ട് നമ്മളതിന് ഡിഫറൻസ് എന്ന് കാണിക്കുന്നതാണ് ഇങ്ങനെ, അറിയാലോ അല്ലേ? നേരത്തെ ഇങ്ങനെയാണെങ്കിൽ ഈ ഭാഗം നമ്മൾ പറഞ്ഞില്ലേ എ മൈനസ് ബി, ഇത് രണ്ടും വാല്യൂസാണ്, പോസിറ്റീവ് വാല്യൂസാണ്, റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ മെഷർ ഓഫ് എ കെ സി ഈസ് മൈനസ് മെഷർ ഓഫ് എ കെ മൈനസ് 1. നമ്മൾ സോ ഇവിടെ ലിമിറ്റ് സിഗ്മ കെ ഈക്വൽ ടു 1 to infinity എന്നാണ്. ഞാനതിനെ ഫൈനൈറ്റ് സം ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിമിറ്റ് n tends to infinity സിഗ്മ കെ ഈക്വൽ ടു 1 to n മെഷർ ഓഫ് എ കെ മൈനസ് മെഷർ ഓഫ് എ കെ മൈനസ് 1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് എ എൻ മൈനസ് എ നോട്ട്. അതെന്തുകൊണ്ടാണ് വരുന്നത്? ഇതൊന്ന് സമ്മ് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ? കെ ഈക്വൽ ടു 1 വരുമ്പോൾ എന്താ വരിക? മെഷർ ഓഫ് എ 1 മൈനസ് മെഷർ ഓഫ് എ നോട്ട് എന്ന് വരും. ഓക്കെ ആണല്ലോ? അടുത്ത ടേം എന്താ വരിക? കേക്ക് 2 കൊടുത്ത് നോക്കാം, മെഷർ ഓഫ് എ 2 മൈനസ് മെഷർ ഓഫ് എ 1 എന്ന് വരും. അപ്പോൾ നോക്കിയേ, മെഷർ ഓഫ് എ 1 ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയി. അടുത്ത ടേം എന്താ വരിക? പ്ലസ് മെഷർ ഓഫ് എ 3 മൈനസ് മെഷർ ഓഫ് എ 2 എന്ന് വരും. ഓക്കെ, ഈ രണ്ടാമത്തെ ടേമും തൊട്ട് മുമ്പത്തെ ആദ്യത്തെ ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയി. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ടേം വരിക എം ഓഫ് മെഷർ ഓഫ് എ എൻ മൈനസ് മെഷർ ഓഫ് എ എൻ മൈനസ് 1. ഇപ്പോൾ നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് എന്താ വരിക? ഈ n മൈനസ് 1ഉം അതിന് തൊട്ട് മുമ്പുള്ളതും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി രണ്ടെണ്ണം ഇത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, മെഷർ ഓഫ് എ എന്നും മെഷർ ഓഫ് എ നോട്ടും ബാക്കി ഉണ്ടാവും അല്ലേ? ദാറ്റ് ഈസ് ഈ സിഗ്മ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇൻഫൈനൈറ്റ് സമ്മേഷന് ഫൈനൈറ്റ് സമ്മേഷൻ ആക്കിയിട്ട് ഇങ്ങനെ റിപ്ലേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, മെഷർ ഓഫ് എ എൻ മൈനസ് മെഷർ ഓഫ് എ നോട്ട്. എ നോട്ട് എന്താണെന്ന് ആദ്യം തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് എൻ എംപ്റ്റി സെറ്റ്. മെഷർ ഓഫ് എൻ എംപ്റ്റി സെറ്റ് ഇസ് 0. സ്റ്റാർ ഓഫ് എംപ്റ്റി സെറ്റ് ഇസ് 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് മെഷറബിൾ ആണെന്ന് പഠിച്ചിട്ടുണ്ട്, എംപ്റ്റി സെറ്റ് മെഷറബിൾ ആണ്. അപ്പോൾ എം സ്റ്റാർ ഓഫ് ഫൈ എന്ന് പറയുന്നതും എം ഓഫ് ഫൈ എന്ന് പറയുന്നതും സെയിം ആണ് അല്ലേ? ദാറ്റ് ഈസ് എം ഓഫ് ഫൈ എന്ന് പറഞ്ഞാൽ എം സ്റ്റാർ ഓഫ് ഫൈ 0 ആയതുകൊണ്ട് എം ഓഫ് ഫൈ 0 ആണ്. അപ്പോൾ ഈ ടേം വേണ്ട. ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് എൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണേ നോക്കി, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു ദിസ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതാണ് വേറെ സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 13ഉം 14ഉം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ മെഷർ ഓഫ് കെ ഈക്വൽ ടു 1 to infinity മെഷർ ഓഫ് യൂണിയൻ കെ ഈക്വൽ ടു 1 to infinity എ കെ ഈസ് നത്തിങ് ബട്ട് ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് എ എൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യാൻ സെക്കൻഡ് പാർട്ട് എന്താ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്? ഡിസെൻഡിങ് ആണ്. ഡിസെൻഡിങ് ആയതുകൊണ്ട് അസെൻഡിങ് എന്നുള്ള പോലെ നമുക്ക് ഒരു ഡി കേസ് കൺസ്ട്രക്ട് ചെയ്താൽ പോരാ, എനിക്ക് ഡിസ്ജോയിൻറ്റ് വേണം, അത്ര മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അല്ലേ? ഓക്കെ, വേറൊരു കാര്യം പറയാം, അസെൻഡിങ്ങിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ കേസിനെ ഒരു അസെൻഡിങ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്താലും മതി.
ഓക്കെ, അതാണ് നമ്മൾ സെക്കൻഡ് കേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വി ഡിഫൈൻ ഡി കെ ഇസ് ഈക്വൽ ടു B1 മൈനസ് ബി കെ. നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. എന്തായിരുന്നു ആദ്യം? ഏറ്റവും വലുതായിരുന്നു നമ്മുടെ B1 എന്ന് പറയുന്നത്, ഡിസെൻഡിങ് ആയതുകൊണ്ട് അതിൻ്റെ താഴെ B2 ഉണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ സബ്സെറ്റാണ് B3 എക്സിട്ര എന്ന് പറയുന്നത്. ഓക്കെ, D1 ഡിഫറൻസ് ബി കെ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക? D1 എന്താ നോക്കാം ആദ്യം. D1 എന്ന് പറയുന്നത് B1 മൈനസ് ഡിഫറൻസ് B1 ആണ്. അപ്പോൾ D1 ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി? എം ടി സെറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. D2 എന്താണ്? B1 ഡിഫറൻസ് B2 ആണേ. B1 ഡിഫറൻസ് B2 അല്ലേ. അപ്പോൾ ഏത് കളറാതെ? ഞാനിവിടെ ഒരു പിങ്ക് കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന ഈ റീജിയൻ B1 ഡിഫറൻസ് B2. ഓക്കെ, അതാണ് എൻ്റെ D2 എന്ന് പറയുന്നത്. D3 എന്താ നോക്കാം അല്ലേ. D3 എന്ന് പറയുന്നത് B1 ഡിഫറൻസ് B3 ആണ്. B3 ഞാൻ വയലറ്റ് കളർ എടുക്കാം. B1 അതേ ഫുള്ളുണ്ട് കേട്ടോ. B3 എന്ന് പറയുമ്പോൾ നോക്കി ഈ വയലറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്യുന്ന റീജിയനാണ്. അപ്പോൾ ഡിസ്ജോയിൻ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത്? അല്ല അല്ലേ. ആദ്യം വന്നിട്ടുള്ള ആ പിങ്ക് കളറിലുള്ള റീജിയൻ, പിങ്ക് കളറിൽ മാത്രം ഷെയ്ഡ് ചെയ്യുന്ന റീജിയൻ ഈ വയലറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ സബ്സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എം ടി സെറ്റ് ആയതുകൊണ്ട് അത് എല്ലാത്തിൻ്റെയും സബ്സെറ്റാണ്. D1 എന്ന് എടുക്കാം. അത് എന്തിൻ്റെ സബ്സെറ്റ്? എല്ലാത്തിൻ്റെയും സബ്സെറ്റ്. അപ്പോൾ D2 എന്ന് ധൈര്യമായിട്ട് എഴുതാം. പക്ഷേ D2 എന്താ കിട്ടിയിട്ടുള്ളത്? D3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. D4 വേണമെങ്കിൽ നമുക്ക് വരച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് വരിക. അതിൻ്റെ എല്ലാത്തിൻ്റെയും സബ്സെറ്റായിട്ടാണ് വരിക. സോ D1 സബ്സെറ്റ് ഓഫ് D2 സബ്സെറ്റ് ഓഫ് D3 സബ്സെറ്റ് ഓഫ് എക്സിട്ര എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് അസെൻഡിങ് ഓർഡറിലുള്ള ഒരു സെറ്റാണ് കിട്ടുന്നത്. സോ ബൈ എബവ് റിസൾട്ട് നമുക്ക് എന്തെഴുതാം? മെഷർ ഓഫ് യൂണിയൻ K ഈക്വൽ ടു 1 to infinity dk is equal to limit K tends to infinity measure of dk എന്ന് എഴുതാം. ഓക്കെ, പക്ഷെ നമുക്ക് അതാണോ വേണ്ടത്? അല്ല അല്ലേ, മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ ആണ് വേണ്ടത്. അപ്പോൾ യൂണിയൻ K ഈക്വൽ ടു 1 to infinity dk നമ്മൾ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്? B1 ഡിഫറൻസ് BK ആണ്. യൂണിയൻ B1 രണ്ടെണ്ണമായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ അതായത് A ഡിഫറൻസ് B യൂണിയൻ A ഡിഫറൻസ് C, ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, വിച്ച് ഈസ് നത്തിങ് ബട്ട് A ഡിഫറൻസ് B ഇൻ്റർസെക്ഷൻ C എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് B1 ഡിഫറൻസ് BK എന്ന് പറയുന്നതും B1 ഡിഫറൻസ് ഇൻ്റർസെക്ഷൻ K ഈക്വൽ ടു 1 to infinity BK എന്ന് പറയുന്നതും സെയിം ആണ്. ഓൺ ദ അതർ ഹാൻഡ്, ബൈ ദ എക്സിഷൻ പ്രോപ്പർട്ടി ഓഫ് ദ മെഷർ ഫോർ ഈച്ച് K, since measure of BK is less than infinity, measure of DK is equal to measure of B1 minus measure of BK. So measure of B1 difference എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. മെഷർ ഓഫ് DK എന്ന് പറയുന്നത് മെഷർ ഓഫ് B1 ഡിഫറൻസ് BK എന്നാണ്. B1 ആണ് ഏറ്റവും വലിയ സൂപ്പർ സെറ്റ്. അതിൻ്റെ തന്നെ മെഷർ ഫൈനൈറ്റ് ആണ്. അതിൻ്റെ സബ്സെറ്റാണ് BK. അപ്പോൾ എല്ലാ കേക്കും മെഷർ ഓഫ് BK ഫൈനൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് മൈനസ് അപ്ലൈ ചെയ്യാം അല്ലേ. എക്സിഷൻ പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആണെങ്കിൽ എക്സിഷൻ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ്. മെഷറബിൾ സെറ്റിൻ്റെ കേസിൽ ഇവിടെ ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് ലബിക് മെഷറും ഔട്ടർ മെഷറും മെഷറബിൾ സെറ്റിൻ്റെ കേസിൽ സെയിമും ആണ്. സോ M of B1 മൈനസ് M of BK എന്ന് എഴുതാം. ഓക്കെ, therefore M of B1 ഡിഫറൻസ് ഇൻ്റർസെക്ഷൻ K equal to 1 to infinity BK is equal to ലിമിറ്റ് ഇത് രണ്ടും കൂടി അപ്ലൈ ചെയ്താണ് കേട്ടോ. ഈ യൂണിയൻ കണ്ടോ, ഇത് റീപ്ലേസ് ചെയ്ത് ഇങ്ങോട്ട് എഴുതി. ഓക്കെ, ഇനി റൈറ്റ് സൈഡിൽ എന്താ? ലിമിറ്റ് K tends to infinity M of DK ആണ്. അപ്പോൾ M of DKക്ക് പകരം എന്ത് റീപ്ലേസ് ചെയ്യാം? M of B1 മൈനസ് M of BK എന്നുള്ളത് ഇവിടെയും റീപ്ലേസ് ചെയ്തു. സോ വേണമെങ്കിൽ നിങ്ങളതിന് ഓരോ ഇക്വേഷൻസ് 1, 2 എന്നോ എന്താ ഇക്വേഷൻസ് ഓർഡറിൽ കൊടുക്കുക. ദെൻ യൂസിങ് ദാറ്റ് ഇക്വേഷൻസ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. അഗൈൻ മെഷർ ഓഫ് വൺ മോർ യൂസിങ് എക്സിഷൻ പ്രോപ്പർട്ടി എന്ന് എഴുതിയിട്ടുള്ളൂ. എങ്ങനെയാണ് റിസൾട്ട് വരിക? അഗൈൻ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ദിസ് ഈസ് മെഷർ ഓഫ് B1 മൈനസ് മെഷർ ഓഫ് ഇൻ്റർസെക്ഷൻ K equal to 1 to infinity BK is equal to ലിമിറ്റ് n tends to infinity മെഷർ ഓഫ് B1 എന്നല്ലേ. B1ൻ്റെ അവിടെ എന്നുള്ള
വേരിയബിൾ ഇല്ല അല്ല, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എൻ ആണ്. അപ്പോൾ എം ഓഫ് ബി വൺ എന്ന് അതുപോലെ തന്നെ എഴുതാം. മൈനസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മെഷർ ഓഫ് ബി എൻ. ശരിയല്ലേ? ഇനി മെഷർ ഓഫ് ബി വൺ എങ്ങനെ നമ്മൾ ശരിക്കും ക്യാൻസൽ ചെയ്യാനോ ചെയ്യുക? നമ്മൾ മാത്സ് സ്റ്റുഡൻസ് അവനിലല്ല ചെയ്യുക അല്ല, രണ്ട് വശത്തും മെഷർ ഓഫ് ബി വൺ കൊണ്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അല്ലെങ്കിൽ രണ്ട് വശത്തുനിന്നും മെഷർ ഓഫ് ബി വൺ മൈനസ് ചെയ്യാം. മെഷർ ഓഫ് ബി വൺ അങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം എന്തുകൊണ്ടാണ്? അത് ഫൈനൈറ്റ് നമ്പർ ആയതുകൊണ്ട് രണ്ട് വശത്തുനിന്നും നമുക്കത് മൈനസ് ചെയ്യാം. സോ we will get measure of intersection k equal to 1 to infinity bk is nothing but limit n tends to infinity measure of bn. That is what we have to prove. Okay.